ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ റോഷി അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരുപക്ഷെ ജനറൽ ആശുപത്രിയിലേക്ക് മുരാരി ബാബുവിനെ കൊണ്ടുപോയേക്കാം. യഥാർത്ഥത്തിൽ റോഷി ചെറിയൊരു മീനല്ല മുരാരി ബാബു. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ മീനാണെങ്കിൽ ഈ മുരാരി ബാബു ഒരു സ്രാവാണെന്ന് പറയേണ്ടി വരും. കാരണം പടിപടിയായി താഴത്തെ നിലയിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായി ജോയിൻ ചെയ്ത് അവിടെ നിന്നും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി, എക്സിക്യൂട്ടീവ് ഓഫീസറായി, അങ്ങനെ പല നിലകളിലാണ് വളർന്നു വന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ്, ഹരിപ്പാട് ദേവസ്വം ബോർഡാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് കാണാം. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ SIT ആരോപിക്കുന്ന കാര്യങ്ങൾ? അതാണ് സ്ക്രീനിൽ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ആരോപണമുള്ളത് എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഏറ്റുമാനൂരിൽ ഈ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്തും മുരാരി ബാബു അവിടെ ക്രമക്കേട് നടത്തിയെന്ന് ദേവസ്വം ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിവിചിത്രമായ കാര്യം, അന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടും ഈ മുരാരി ബാബുവിനെതിരെ ഒരന്വേഷണവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആണ് 2021 ക്ഷേത്രത്തിന് തീ പിടിച്ചത് മറച്ചുവെച്ചു എന്നതായിരുന്നു അന്ന് ഏറ്റുമാനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ മുരാരി ബാബുവിനെതിരായിട്ടുള്ളൊരു ആരോപണം. അന്യായമായി പിരിവ് നടത്തിയെന്നും രുദ്രാക്ഷമാല ഉൾപ്പെടെയുള്ളവ കാണാതായതിൽ സംശയത്തിന് നിഴലിലായിരുന്നു അന്ന് ഈ മുരാരി ബാബു. ക്രമക്കേടിനെ തുടർന്ന് 2022 നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു ഈ മുരാരി ബാബുവിനെ. എന്നാൽ സ്വാധീനം ഉപയോഗിച്ച് മുരാരി ബാബു അവിടെ തുടരുകയായിരുന്നു. എവിടെ? ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ. അവിടെ നിന്നാണ് പിന്നീട് പല നിലകളിലേക്ക് അദ്ദേഹം വളർന്നു പോകുന്നത്. TV പ്രസാദ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2019 ശബരിമലയിൽ ക്രമക്കേട് നടത്തുന്നു. 2021 ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കാലത്തും രുദ്രാക്ഷമാല ഉൾപ്പെടെ കാണാതായതിലും അന്യായമായ പിരിവ് നടത്തിയതിലും 2022 നടപടിക്ക് ശുപാർശയ്ക്ക് വിധേയനായ ആളാണ് ഈ കക്ഷി. പക്ഷേ എന്നിട്ടും ഈ മുരാരി ബാബുവിനെ ഒന്ന് തൊടാൻ കഴിഞ്ഞിട്ടില്ല സംവിധാനങ്ങൾക്ക്. അത്രമേൽ സ്വാധീനമുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സ്വാധീനം ഈ മുരാരി ബാബു ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പൊളിഞ്ഞു വീഴുമ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു വീഴും, അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, NSSലുള്ള സ്വാധീനമാണ്. നമുക്കറിയാവുന്നതുപോലെ NSSന്റെ ജനറൽ സെക്രട്ടറിയുമായുള്ള അടുത്ത ബന്ധമാണ് ഇതിനെല്ലാം കാരണം എന്നാണ് കൂടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത്. മുരാരി ബാബുവിനെ അടുത്തറിയുന്നവർ എല്ലാവരും പറയുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷവും ഇതിലൊന്നും സംഭവിച്ചില്ല എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അരുൺ. നമ്മൾ രാവിലെ ഒന്നുകൂടി നേരത്തെ പറഞ്ഞ കാര്യം നേരത്തെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ആ സമയത്ത് അത് ചെമ്പാണെന്നും തെളിഞ്ഞു നിൽക്കുന്നത് ചെമ്പാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചെമ്പ് എന്നല്ലേ എഴുതേണ്ടത് എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ അരുൺ. ആ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഈ പിടിപാടിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ അരുൺ, ഇത്തരത്തിൽ ദേവസ്വത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം വലിയ സ്വാധീനമാണ് എല്ലാ തലങ്ങളിലും ഉണ്ടാകുന്നത്. കാരണം ഒരമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാകുമ്പോൾ, ശബരിമലയിലെത്തുന്ന ഭക്തനായ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു വലിയ ഒരു വ്യവസായിക്ക് അവിടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടുകൂടി അവർ വലിയ പിടിപാടുള്ള ആളായി മാറുകയാണ്. അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ടാകും, ഒരുപാട് വ്യവസായികൾ ഉണ്ടാകും. അങ്ങനെ ദർശനത്തിൽ ഒരുക്കി കൊടുക്കുന്ന ഇത്തരം സൗകര്യങ്ങൾ വഴി ഇവർ വലിയ സ്വാധീനത്തിന്റെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് അഴിമതി കാണിച്ചാലും, എന്ത് ക്രമക്കേട് കാണിച്ചാലും തന്നെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന് പറയുന്ന ആ ഒരു അമിതമായ ആത്മവിശ്വാസം, അതിലേക്ക് അവരെല്ലാം കയറി വരുന്നത്. അരുൺ, അങ്ങനെയല്ല എങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം അറിയുന്ന മുരാരി ബാബു ആ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികളായി എഴുതി ഉത്തരവിറക്കാൻ തയ്യാറാകുന്നത്? അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ അരുൺ, ഈ മുരാരി ബാബുവും അന്നത്തെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണസമിതിയും ഗൂഢാലോചന നടത്തി എന്നുള്ളത് വേണം അറിയാൻ. അതല്ലാതെ പോറ്റിക്ക് എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാര്യങ്ങൾ തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു പവർ ഉണ്ടാകുന്നത് എന്നതാണ്. അതിൽ മുരാരി ബാബു മുഖ്യ ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഒരു കിങ് പിന്നായി വർക്ക് ചെയ്തു എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ മുരാരി ബാബുവിന്റെ ഇന്നത്തെ മൊഴികൾ അതേറെ നിർണായകമാണ്. ഇന്നലെ രാത്രി മുതലുള്ള ചോദ്യം ചെയ്യലിലുള്ള കിട്ടിയ മൊഴികൾ അതേറെ നിർണായകമാണ്. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് കൂടി ആലോചിച്ചുകൊണ്ട് എല്ലാവരും കൂടി എങ്ങനെയാണ് ഇങ്ങനെ ശബരിമലയിലെ സ്വർണ്ണ
സ്വർണം അടിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അത് മുരാരി ബാബുവിന്റെ ഉപദേശപ്രകാരമായിരുന്നു എന്നതാണ്. മുരാരി ബാബു ഇനിയിപ്പോൾ പിടിയിലായ സാഹചര്യത്തിൽ മുരാരി ബാബു ബാക്കി പേരുകൾ പറയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയുടെ പരാമർശത്തിലേക്ക്, വമ്പൻ സ്രാവിലേക്ക് അധിക ദിവസം പൂർത്തിയാകാതെ എത്തും. അരുൺ, ഒരു കാര്യമുള്ളത്, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അടുത്ത തവണ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അതിന് മുമ്പാകെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത് പോലെയുള്ള അതിശക്തമായ പരാമർശങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം ഭയക്കുന്നുണ്ട്. അങ്ങനെ മുരാരി ബാബുവിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നതിന്റെ സൂചന തന്നെയാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ്.